ഒരു 10 മിനിറ്റ് ഡ്രൈവ്, അതിനുശേഷം എവിടെയെങ്കിലും ഇറങ്ങിയാണ്ടത് നടക്കണം. ആ ഒറ്റ മൈൻഡിലാട്ടെ ഈ ഒരു കാറിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പം സമയം വരുന്നത് 6:45. കാർ അവിടെ ഇട്ടിരിക്കുന്നു. പെട്ടെന്നാട്ടെ കാലാവസ്ഥ മാറിയത്. മഴ പെയ്തു, നല്ലൊരു മഴ ഇപ്പോൾ പെയ്തുകൊണ്ട് കേട്ടോ. വെള്ളം ഒലിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റ് വീശുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഒരു 10 മിനിറ്റിന് ശേഷം ഇപ്പം മഴയൊക്കെ പോയി. നമുക്ക് കുട തന്നെ ചുരുക്കാം. നിറച്ച് വെള്ളമായി. പുറമണ്ണൂരിൽ നിന്ന് ഇപ്പോൾ പോകുന്നത് വളാഞ്ചേരി ഭാഗത്തേക്കാണ്. ഇവിടെ ഇനി കാണുന്ന ചെറിയ റോഡിന് കയറിയാണ്ട് അവിടെ കാണുന്ന വീഡിയോസ് എടുക്കണം. അവിടെ കാണുന്ന ലോറിയിൽ ഇതേ ഒരു ആന വരുന്നുണ്ട്. ഓ, നായ്ക്കൾ ഇതേ ഇഷ്ടംപോലെ കാണാം. അതാ അവിടെ ഇവിടെ ഷോറൂം ആട്ടോ വരുന്നത്. മാരുതി സുസുക്കിൻ്റെ സർവീസ് സെൻ്ററാണ് ഈ കാണുന്നത്. ഒറ്റൊരു മഴ പെയ്തപ്പത്തിനുണ്ടായ സംഭവമാട്ടത്. ഫുള്ള് ചളിക്കെട്ടാണ് അവിടെയൊക്കെ കാണുന്നത്. നല്ല ചളി കൂടി ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് നിൽക്കണേ. ആകാശത്ത് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നീലുണ്ട്. ആ സൈഡിലേക്കൊക്കെ വരുന്ന മഴക്കാറാണ് കേട്ടോ. കുറേ അധികം JCBകൾ ഇതേ 1, 2, 3, 4 അതിൻ്റെ ബാക്കിലും കാണാനുണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന ഈ ഒരു പാലത്തിൽ കണ്ടോ ഇഷ്ടം പോലെ വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ന രാവിലെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഇവിടെ ഒന്നും കട ഉറക്കാത്ത. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അതൊക്കെ കട ഉറക്കും. അവിടെ കാണുന്ന സിനിമ ടാക്കീസ് ആണ് വരുന്നത്. തിരക്കുന്ന് കുറേ പോന്നിട്ട് ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ സിനിമ ടാക്കീസ് വരുന്നത്. പുതിയൊരു സ്കൂൾ ബസ്സാണ് വരുന്നത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംശയമുണ്ട്. അവിടെ ഒരു പള്ളി വരുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിന് വരുന്നത് വൈക്കത്തൂരാട്ടോ. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് റോഡ് ഉണ്ട്. ആ റോഡിനൊന്ന് പോയേക്കാം നമുക്ക്. ആദ്യത്തെ 100 മീറ്റർ ഇതുപോലെ കട്ടിട്ടിക്കാണ്. പിന്നെയാണ് അങ്ങനെ റോഡ് വരുന്നത്. ഒരു പഴയ കാല വീടാട്ടാ കാണുന്നത്. ഇതൊക്കെ കയറുന്നുണ്ടെങ്കിൽ ഓരോരോ സ്റ്റെപ്പുകളാണ് അവിടെ വരുന്നത്. റോഡ് സൈഡിലേക്കൊക്കെ മുഴുവനായിട്ട് മരങ്ങൾ ഇതുപോലെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. റോഡ് അങ്ങനെ പോകുന്നുണ്ടെങ്കിലും ആളോ മനുഷ്യനൊന്നുമില്ല. ഒരു ഭാഗത്ത് കണ്ടോ സൂര്യ അങ്ങനെ ഉച്ച നിൽക്കണം കേട്ടോ. അവിടെ കാണാൻ ഏട്ടൻ്റെ അടുത്ത് അടിപൊളി നായിണ്ട് കേട്ടോ. അവിടെ പോയി ഒന്ന് സംസാരിച്ച് നോക്കാം. പിന്നെ വേറെ എന്താക്കുക ബ്രോ? ഡെയിലി രാവിലെ നടക്കൂലേ? 1 മണിക്കൂറോളപ്പം നമ്മൾ നടന്നു. അങ്ങനെ ഇതാ ഒരു അമ്പലത്തിൻ്റെ മുൻഭാഗത്തേക്കാണ് എത്തുന്നത്. അതുകൂടി കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുൻഭാഗം വരുന്നത്. പച്ചിരി മഹാവിഷ്ണു ക്ഷേത്രം. രാവിലെ നല്ല മഴ കേട്ടോ. ഈ ഒരു സമയപ്പത്തിന് സൂര്യനൊക്കെ ഉദിച്ച് പക്ക സെറ്റായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പേര് വരുന്നത് നദാസ് എന്നാണ്. അതിൻ്റെ മുൻഭാഗത്ത് കണ്ടോ ഇവർ ചെടിയൊക്കെ വെച്ച് പക്ക സെറ്റാക്കിയിട്ടുണ്ട്. ആ ഒരു സൈഡിൽ നിന്ന് പോകുന്നപ്പോൾ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പള്ളി റോഡ് മുട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലമാട്ടോ വരുന്നത്. ഇവിടെ വരുമ്പോൾ അധികം കാണുന്ന ടൂറിസ്റ്റ് ബസ്സുകളാണ്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട്. അത്യാവശ്യം തിരക്കിലൊരു ഭാഗമാണ് ഈ ടൗൺ വരുന്നത്. ഈ കാണുന്ന 2 മൈനാൾ കുറച്ച് സമയത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കട്ടെ. ഈ ഒരു മരത്തിൻ്റെ എന്തായാലും പോകണില്ല, എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ കുറേ സമയത്ത് നടത്തത്തിന് ശേഷം നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് എത്താനായി. വണ്ടി ആ കാണണം കേട്ടോ വണ്ടി വരുന്നത്. നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയായിട്ട് വരുന്നത്. റോഡ് നീണ്ട അങ്ങനെ പോവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ. അതുവരെ ബൈ.